നമ്മൾ ഒരു ടൈം കുഞ്ഞിന് എത്ര നേരം പാല് കൊടുക്കാം, ഇല്ലെങ്കിൽ എത്ര സമയം ഇടവിട്ട് കുഞ്ഞിന് നമുക്ക് പാല് കൊടുക്കാം? നോർമലി ഒരു കുഞ്ഞിന് നമ്മൾ ഫീഡ് ചെയ്യുന്നത് സെക്കൻഡ് അവറിലാണ്. ഫോർ എക്സാമ്പിൾ 8 മണി, 10, 12, 2 അല്ലെങ്കിൽ 7, 9, 11 ഇങ്ങനെ ഒരു 2 മണിക്കൂറിന്റെ ഗ്യാപ്പിലായിരിക്കും കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യാറുള്ളത്. ഇനി കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു മെച്ചൂരിറ്റി ആയി കഴിഞ്ഞാൽ, നല്ലൊരു ബർത്ത് വെയിറ്റിന് കാട്ടി നല്ലൊരു വെയിറ്റ് ഗെയിൻ വന്നു കഴിഞ്ഞാൽ അതിനമുക്ക് ഡിമാൻഡ് ഫീഡിങ്ങിലേക്ക് മാറാനുള്ള സാധ്യതകളുണ്ട്. ഇനി സെക്കൻഡ് അവറിൽ, അതായത് 2 മണിക്കൂറിന്റെ ഗ്യാപ്പിൽ ഫീഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ബ്രസ്റ്റ് മിനിമം 20 മിനിറ്റ് എങ്കിലും ഫീഡ് ചെയ്തിരിക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രസ്റ്റിൽ 2 ടൈപ്പ് ഓഫ് പാലുകളാണ് വരുന്നത്. ഒരെണ്ണം ഫോർ മിൽക്കും, സെക്കൻഡ് വരുന്നതാണ് ഹൈൻ മിൽക്ക്. ഫോർ മിൽക്ക് എന്ന് പറയുന്നത് ഹൈഡ്രേഷന് വേണ്ടി മാത്രമാണ്. അതായത് വെള്ളം പോലെ വരുന്ന പാലിനെയാണ് ഫോർ മിൽക്ക് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ 10 മിനിറ്റ് കുഞ്ഞ് സക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഹൈൻ മിൽക്ക് കിട്ടുള്ളൂ. അതായത് 10 മിനിറ്റ് ഒരു കുഞ്ഞ് ഒരു ബ്രസ്റ്റ് കണ്ടിന്യൂസ്ലി ഫ്രീക്വന്റ് ആയിട്ട് സക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഹൈൻ മിൽക്ക് വരുള്ളൂ. ഹൈൻ മിൽക്കിലാണ് കാലറീസും ഫാറ്റും അതുപോലെ തന്നെ കുഞ്ഞിന് വെയിറ്റ് ഗെയിൻ ഉള്ള പാലുള്ളത്. അതിന് നമ്മൾ കട്ടിപ്പാലെന്നും ഇപ്പൊ പറയാറുണ്ട്. സോ കുഞ്ഞിന് 2 പാല് ഒരു ബ്രസ്റ്റിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ ആ ബ്രസ്റ്റ് എംറ്റി ആവത്തുള്ളൂ. സോ ഒരു ബ്രസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് എംറ്റി ആയി കഴിഞ്ഞാൽ മാത്രമേ കുഞ്ഞിന് എന്താവുള്ളൂ, ഫീഡ് സഫീഷ്യന്റ് ആവുള്ളൂ, അഥവാ കുഞ്ഞിന് ഫീഡ് സാറ്റിസ്ഫൈ ആവത്തുള്ളൂ. ഇനി ഫീഡ് ചെയ്ത് കഴിഞ്ഞാലും കുഞ്ഞിന് എന്ത് ചെയ്യുക, നല്ല പോലെ ഗ്യാസ് പാസ് ചെയ്യിപ്പിക്കുക. ഗ്യാസ് അഥവാ പാസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് അടുത്ത ഫീഡ് എടുക്കാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ വൊമിറ്റ് ചെയ്യുന്ന പോലെ തോന്നും, കുഞ്ഞ് ഓക്കാനിക്കുന്നത് പോലെ തോന്നും. സോ കുഞ്ഞിന് വയറ് ഭയങ്കര ഡമ്മന ബ്ലോട്ട് ആയിട്ട് ഇരിക്കുന്ന പോലെ, ഗ്യാസ് കയറി പെരുവിരിക്കുന്ന പോലത്തെ ഫീലൊക്കെ ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. എപ്പോഴും 20 മിനിറ്റ്സ് തന്നെ ഫീഡ് ചെയ്യുക. ഫസ്റ്റ് ഫോർ മിൽക്ക്, സെക്കൻഡ് വരുന്നതാണ് ഹൈൻ മിൽക്ക്.